ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം രേണു സുധി ഇൻസിഡന്റിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിയുടെ നമ്മളല്ലെങ്കിൽ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ സബ്സ്ക്രിപ്ഷൻ ചാനൽ അല്ലെങ്കിൽ പേജ് ഉടനെ തന്നെ ബാൻഡ് ആവുമെന്ന് കുറേ പേജുകളിലും അതുപോലെ തന്നെ കുറേ റിയാക്ഷൻ വീഡിയോയിൽ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ പുള്ളിക്കാരിയുടെ സബ്സ്ക്രിപ്ഷൻ പേജിന് ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. പക്ഷെ പറ്റിയതെന്ന് പറയുമ്പോൾ പുള്ളിക്കാരുടെ ഫേസ്ബുക്ക് പേജിനാണ് ഒരു ഹാക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് പണി അറിയാവുന്ന ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ എന്തായാലും പുള്ളിക്കാരിക്ക് ആ ചാനൽ തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഹാക്ക് ചെയ്തതാണ് എന്നാണ് ഒരു മെയിനായിട്ട് തോന്നുന്നത്. കാരണം ഇപ്പോൾ പുള്ളിക്കാരുടെ ആ രേണു സുധി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ അതിലെ പേരിപ്പോൾ അനുശ്രീ പി എന്നാണ്. അപ്പൊ അത് വെച്ചാണ് പറയുന്നത് ഒരിക്കലും ഇത് ബാൻഡ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പേര് കാണിക്കത്തില്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഹാക്കഡ് ആണ്. എന്തായാലും പുള്ളിക്കാരി ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞൊന്ന് ആഞ്ഞ് ശ്രമിപ്പിച്ചാൽ എന്തായാലും ഈ ഒരു പേജ് പുള്ളിക്കാരിക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല, പുള്ളിക്കാരിയുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്കല്ല അവർക്ക് അനുമാനിക്കാം. എന്നാലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഷെഫീന ബീവി എന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരിയുടെ ചാനലിൽ പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി സംസാരിക്കാം. നിൽക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും വീടെത്താണ് പിടിക്കുന്നവർക്ക് 5000 സംതിങ് ആണ് ഇപ്പൊ നമ്മൾ യുദ്ധം നിർത്തുന്നതിന് മുമ്പ് വരെയുള്ള സമയം. ആ സമയത്താണ് ഈ വരവും പോക്കെന്ന് ആലോചിക്കണം. ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് ആരായിരിക്കും, റെസ്റ്റോറന്റ് ബാർ ആയിക്കോട്ടെ, ആരെ കൊണ്ടും കഴിയില്ല. അങ്ങനെ അവളെ ഇനി ചാർട്ട് ഫ്ലൈറ്റ് എടുത്താലും ശരി, അല്ലാതെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് വന്നെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ചെലവ്. ആ എമൗണ്ട് ചെലവാക്കണമെങ്കിൽ അതിന് നല്ലൊരു ഉദ്ദേശം വേണം. നല്ല ഉദ്ദേശമല്ല, ഇൻകം എന്നുള്ള രീതിയിൽ ഉദ്ദേശം വേണം. മനസ്സിലായോ? തിരിച്ചങ്ങോട്ടും പോകണ്ട, അതുപോലെ തന്നെയാണെന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും. ഇത് എത്തുമെന്നുള്ള പോലും ട്രാവൽസുകാരും എമിഗ്രൻസും പറയാം. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് ഇത് കിട്ടിക്കോളം എന്നില്ല, ഫ്ലൈറ്റ് കിട്ടിക്കോളാം. കാരണം വീണ്ടും അത് മാറിപ്പോവും, സമയം പോകും, മാറൊക്കെ ചെയ്യും. വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി. ഇതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ വേണമെങ്കിൽ 6000-നും 7000-നും, നമ്മളൊക്കെ 2000-2500 പണിയെടുക്കുന്നതാണ് ഷെഫീന ബേബി. അപ്പോ നമുക്കൊക്കെ വീടെത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചേക്കാം. ഇപ്പോഴും ടിക്കറ്റ് അതാ റേറ്റ്. ഒരുപക്ഷെ 1000-എങ്കിലും കുറഞ്ഞു കാണും. ആ സമയത്ത് ഈ പാപ്പിലോണ്ട്, ഞാൻ പാപ്പിലോണ്ട് ഒരു ഐറ്റം ഇയാൾക്ക് അയച്ചുതരാം. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനും തിരിച്ചങ്ങോട്ട് വിടാനും ഇത്രയും എല്ലാം എത്തിപ്പെടണമെങ്കിൽ ഇതിനകത്തൊരു സത്യമുള്ളത് വിശ്വാസിക്കുന്ന ഒറ്റ വ്യക്തി ഞാൻ ആ വിശ്വാസത്തിൽ നിൽക്കുന്നു. അപ്പൊ ഇതൊരു മേഖലയാണ്. പിന്നെ നിങ്ങൾ ഇനി പറയേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫാമിലി കളഞ്ഞൊരു വ്യക്തിയാണ്. ഇതൊരു മറയാണ് കേട്ടോ, അത് മനസ്സിലാക്കും. അത് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞണം. നമുക്ക് അടിയിലൊരു പിടുത്തല്ലാത്തൊന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതായത് ഒരു സെലിബ്രേറ്റ് ആക്കി എടുക്കുക, ഇവളെ ഒരു റിക്രൂട്ട്മെന്റ് ആക്കി എടുക്കുക എന്നുള്ളൊരു മറ ഇതിനകത്തുണ്ട്. ഈ സാധനം കാരണം ഒരു മനുഷ്യനും എന്തെങ്കിലും 7 മിനിറ്റാണ് ഒരു ഷോർട്ട് ഫിലിമിന്റെ ടൈം. 7 മിനിറ്റിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അതിനകത്ത് അവാർഡ്. എനിക്ക് മൊമെന്റോ കിട്ടിയാണ്, നല്ലൊരു ചാനലിൽ. പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തായാലും ഇത്രയും കത്ത് റേറ്റ് ആയ സമയത്ത് പോലും രേണു സുധി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു നല്ല ഉദ്ദേശമൊന്നും കാണത്തില്ല. നല്ലൊരു വരുമാനം ഉണ്ടായിട്ടായിരിക്കുമല്ലോ പുള്ളിക്കാരി ഇത്രയും റേറ്റിനും പുള്ളിക്കാരി അവിടെ എത്തുന്നതും അവിടെ അതുപോലെ തന്നെ തിരിച്ചു വരുന്നതും. ഇത്രയും റേറ്റ് ഉണ്ടായിട്ടും അവിടെ പോയിട്ട് അത്രയധികം ഇൻകം പുള്ളിക്കാരിക്ക് ഏൺ ചെയ്യുന്നതുകൊണ്ട് മാത്രമായിരിക്കുമല്ലോ പുള്ളിക്കാരി ആ ഒരു എമൗണ്ട് കൊടുത്ത് ടിക്കറ്റ് എടുത്ത്, അല്ലെങ്കിൽ പുള്ളിക്കാരിയെ കൊണ്ടുപോകുന്ന ആൾക്കാർ അത്രയും എമൗണ്ട് കൊടുത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു എമൗണ്ട് മുടക്കണമെങ്കിൽ പുള്ളിക്കാരിക്കും പുള്ളിക്കാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും നല്ല ഒരു ഇൻകം ഉണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേട്ട് നോക്കാം. ഇങ്ങോട്ടുള്ള അത് അരമണിക്കൂർ ടെലിഫിലിം എന്ന് പറയുന്ന അവരെ കാരണം ഈ ഫാമിലി സെന്റിമെന്റ്സ് എടുത്ത് ചെയ്യുന്ന ഒരു സംഭവം. അതൊക്കെ അതിന് ടെലിഫിലിം എന്നല്ല പറയാ, അതിനെന്താ പറയാ, ഓക്കെ. അപ്പൊ ഈ കുടുംബാലി പെണ്ണുങ്ങൾ അമ്മായിമ്മ പോരൊക്കെ ചെയ്യുന്ന നോക്കെ ഈ ദിവസം വർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലർ മൂവിയൊക്കെ ആയിട്ട് ഒത്തിരി വെബ് സീരീസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒക്കെ എടുക്കുന്നു. പക്ഷെ നല്ല നല്ല ഡയറക്ടേഴ്സ് ഒക്കെ എടുക്കുന്നു, ഇപ്പൊ സിനിമയിലെത്തി എടുക്കുന്നു. പക്ഷെ ആരും സ്വന്തം പ്രൊഡക്റ്റിന്റെ വശം ഒരിക്കലും പുറത്തു വിടാറില്ല. പിന്നെ ആ പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ആ പിന്നാമ്പറം ഇടുന്നതാണ് ഇവരെ ഫിനാൻഷ്യലി വാല്യൂ.
അങ്ങനെ ഒരു സാധനം റിലീസ് ആവുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് തന്നെ പറയാം. ഇവള് കേറി വരുന്ന സമയത്ത് വരുന്ന 1 2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനൊരു കൃത്രിമത്വം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് എന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ട് അവള് മേക്കിംഗ് ആണ് അല്ലെങ്കിൽ നടിയാണെന്നും പറഞ്ഞ് പല ലൊക്കേഷനിലും എന്തോ ഒരു ഒഴിവില്ല. അപ്പൊ ഓക്കെ അവൾക്ക് ഒഴിവില്ലാതെ പറയും. എന്നെങ്കിലും ഒരു ഷോർട്ട് ഫിലിമുകാരനെ അല്ലെങ്കിൽ ഒരു ടെലിഫിലിം എന്തെങ്കിലും ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ? ഹാസ്യപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല ഞാൻ. അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല. ഒഴിവില്ലാത്ത വർക്ക് കണ്ടില്ല. എ ടു സെഡ് ഇന്ന് ഈ ടെലിഫിലിം ഷോർട്ട് ഫിലിം എന്ന ആൾക്കാരെ അവോയ്ഡ് ചെയ്ത സംഭവം. ആളുകൾക്ക് ഒരുപാട് ഒത്തിരി മേഖല ഉണ്ട്. അപ്പൊ ഇതിവര് ചെയ്യുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇവരെടുക്കുന്ന കെട്ടിപ്പിടുത്തം മറ്റുള്ള കാണിച്ചിട്ട് ഇവൾ ഓൾറെഡി ബിസിയാന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ അപ്പുറത്ത് നടക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞ ഇടത്തോട്ട് പോകുന്നത്. ആണോ അല്ലേ? അപ്പൊ അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് റിലീസ് ആകുന്നുണ്ടോന്നും ആരും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കിത് സിനിമയല്ല. ഇത് കാത്തിരിക്കുന്നില്ല. ഇപ്പൊ ഇതിന്റെയൊക്കെ പേര് കാത്തിരിക്കുന്നില്ല. അപ്പൊ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഗ്യാങ് ആണ്. എനിക്ക് കാരണം ഇതങ്ങനെ. കാരണം ഒന്നാമത്തെ ഒരു കാര്യം ആലോചിച്ചോ, ഈ സുധി എന്ന് പറയുന്നതിന് അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ട് സിനിമ ഫീൽഡിൽ. ഞാൻ നല്ല കോണ്ടാക്ട് ഉണ്ട്. എന്നെ ഒരുപാട് ഊമ്പിച്ച് എന്നെ പറ്റിച്ച നായിന്റെ മോനാ ചത്ത് കിടക്കുന്ന ശവം പോലും. അത് ഞാൻ പറയുന്നില്ല. എങ്കിൽ കൂടി അവന് അത്ര കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ട് വെച്ചിട്ട് ഇവൾക്കും കോണ്ടാക്ട്. കാരണം ആ കോണ്ടാക്ട് ഒക്കെ യൂസ് ചെയ്ത് ഇവൾ വെച്ചിട്ടാ. ആ കോണ്ടാക്ട് വഴി എന്തുവേണം ആളുകളുടെ മുമ്പിൽ ഇത്ര സംഭവം പറയണം. എങ്കിൽ ആ ഒരു ഇതിന്റെ പുറത്ത് യാത്രകളും വേണം. ഇത് നല്ലൊരു വിഷയം തന്നെയാണ്. ഇത് എനിക്കിടപെടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാഡത്തിനോട് പറഞ്ഞു മാത്രം. ഇതിനകത്ത് ഒന്നാമത് നിങ്ങളോട് എന്തും പറഞ്ഞാലും അപ്പം മറുപടി പറയുന്ന ആൾ 3 ദിവസമായിട്ട് മിണ്ടിയില്ല. ഞാൻ നല്ല വായിച്ചിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് വായിച്ചത്. അല്ലെങ്കിൽ ആരും എന്തായിക്കോട്ടെ, തുണി വെച്ചിട്ട് ആൾക്കാർ ആരോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അവളെക്കാളും മോശമായിട്ട് പെരുമാറാൻ ഒത്തിരി ലേഡി ഉണ്ടല്ലോ അവിടെ. ആരോട് എന്തെങ്കിലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ടോ? പോട്ടെ, കല്ലുവല്ലി. അപ്പൊ ഇതിനകത്ത് പിന്നെ ഞാനൊക്കെ വിസിറ്റിംഗ് വിസയിൽ ഒത്തിരി സംഭവിച്ച. രണ്ടാമത്തെ വിസിറ്റിംഗ് വരുമ്പോൾ കോഴിക്കോട് നിന്ന് തന്നെ കുറച്ചോ നല്ല തടഞ്ഞു നിർത്തിയില്ല. മൂന്നാമത്തെ വരുമ്പോൾ പിന്നെ നിവർത്തില്ല. പിന്നെ എന്റെ എല്ലാ ചട്ടി മാങ്ങയൊക്കെ തപ്പുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ജോലി അന്വേഷിച്ച് പോകുന്ന ആ സമയമൊക്കെ. അപ്പൊ മന്തിലൊക്കെ പോകുമ്പോഴൊക്കെ അതിനകത്ത് അപ്പൊ ഇതിന്റെ പാപ്പിലുണ്ട്. എനിക്ക് പോലും ക്ഷണം വന്ന കാരണം ഞാൻ എരഞ്ഞോളി മൂസാക്കാന്റെ ചായക്കട എന്ന് പറയുന്ന ഷോപ്പിൽ വർക്ക് ചെയ്താൽ ഞങ്ങളിപ്പോ കരാമ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ബനിയാസിലുണ്ടായിരുന്നു. ഒത്തിരി ഷോപ്പിൽ കോഴിക്കോട് റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ ഞാൻ 10 വർഷമായിട്ട് ഉണ്ട്. ഇവളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചാറ്റ് ഗ്രൂപ്പിലാണ്. അതിൽ എന്നെ മുമ്പിച്ചാണിത്. ഞാൻ ഈ സുധി എന്ന് പറയുന്ന ഞാൻ അന്ന് പറഞ്ഞു വന്നത് ഇഞ്ചി മിഠായി എന്ന് പറയുന്ന ഒരു സ്കിറ്റ് കണ്ടതോടുകൂടി ഞാൻ അത് ചിരിച്ചുകൊണ്ട് അയാളെ ബന്ധപ്പെട്ടതാണ്. അതോടുകൂടി ഞാൻ അങ്ങ് പോയി. ഇപ്പൊ എനിക്ക് അവര് സ്വീകരിച്ച പണം കൊടുക്കാത്ത വ്യക്തിക്ക് ഇപ്പൊ പണം കൊടുത്തു കാണും. പക്ഷെ ഇത്തിരി വർഷമായിട്ട്, അതായത് ഞാൻ 7 വർഷം മുമ്പത്തെ കാര്യം പറയുന്നുള്ളൂ, ഇത്തിരി വർഷമായിട്ട് കൊടുക്കാത്ത വ്യക്തിക്കൊക്കെ പണം ഇപ്പൊ കൊടുത്താണ്. അപ്പൊ അതുകൊണ്ട് അതിന് വായിലുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു എന്ന് പറയുന്ന കൈ മലത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ അന്നൊക്കെ മൂക്കിന് ക്യാൻസർ ഒന്നും നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പൈസക്ക് തിരിമറിച്ച് ഇവൾക്ക് 24 കിലോ വന്നു. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരാം. 24 കിലോ. ഇവൾക്ക് ബ്ലഡ് ഇല്ല. ജീവനും ജീവിതമൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, എങ്ങനെയും ജീവിച്ചോട്ടെ. പക്ഷെ ഇതൊരാളല്ല. അപ്പൊ അതിന്റെ ബാക്കിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ സക്സസ് ആവും. ഇതിന്റെ പിന്നാലെ നിങ്ങൾക്ക് വൈകാതെ കാര്യങ്ങൾ കിട്ടും.